അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഹസന ഉമർ സംഘം ഇന്ന് ഹുദൈബിയയിലേക്കുള്ള യാത്രയിലാണ്. ഹുദൈബിയ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ ബാച്ചുകളിലും നല്ല ഒരു എൻ്റർടൈൻമെൻറ്റും എന്നാൽ വലിയ വിഷമമുള്ള ചരിത്രങ്ങൾ അടങ്ങിയതും കൂടെയുള്ള യാത്രയാണ്. ആദ്യമായി നമ്മൾ ഒട്ടകത്തിൻ്റെ ഫാമിലേക്കാണ് പോവാറുള്ളത്. നമ്മുടെയൊക്കെ നാടുകളിൽ വളരെയധികം വിരളമായതുകൊണ്ട് തന്നെ ഹുദൈബിയ യാത്രയിലെ ഈ ഒട്ടക ഫാമിലെ കാഴ്ചകൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും എന്തെന്നില്ലാത്ത സന്തോഷം നുകരുന്നൊരു കാര്യമാണ്. ഒട്ടകങ്ങളെ കാണുക, അവർ ഭക്ഷണം കഴിക്കുന്നത് കാണുക തുടങ്ങി ഒരുപാട് കാഴ്ചകൾ ഈ ഒരു യാത്രയിൽ കാണാം. അതുപോലെ തന്നെ വീകലാംഗരായ ഒട്ടകങ്ങൾ, ഇതുപോലെ തന്നെ ഈ ഒട്ടകം കണ്ടില്ലേ, എന്തോ ഒരു സുഖമില്ലായ്മ ഇദ്ദേഹത്തിനെ ബാധിച്ചത് കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നുരകൾ വരുന്നു, കാലവിടെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഈ ഒട്ടകം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടാൻ വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തോ ഒരു അസുഖം എന്താണെങ്കിൽ അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഇത് ഇവിടുത്തെ മരുഭൂമിയിലെ വാട്ടർ ടാങ്കാണ്. ഇവിടെ പൊതുവെ എല്ലായിടങ്ങളിലും കാണുന്ന വെള്ളം ശേഖരിക്കുന്ന രംഗം. ഈ ഒട്ടകങ്ങളുടെ ഇടയന്മാർ അവർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഒന്ന് നോക്കൂ പ്രിയമുള്ളവരെ, മരുഭൂമിയാണ്. ഇവിടെ കറണ്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇവർ താമസിക്കുന്ന, ഇവർ ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഏതായാലും പ്രിയപ്പെട്ട ഉപ്പമാരെല്ലാവരും കൂടെ ഒട്ടകങ്ങളെ കണ്ട സന്തോഷത്തിൽ ഫാമിലിയായി ഫോട്ടോ എടുക്കുന്നു, അല്ലാതെയും ഫോട്ടോ എടുക്കുന്നു. ഇങ്ങനെയൊക്കെ അവർ വല്ലാത്തൊരു സന്തോഷകരമായ ആ ഒരു സമയത്തെ വിനിയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്കും തന്നെ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. പ്രിയപ്പെട്ട ഉപ്പമാരും പലരും ഒട്ടകത്തിൽ കയറാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും ഒട്ടകത്തിൽ കയറുന്നവരുണ്ട്. ഓരോ ബാച്ചുകളും കണ്ടില്ല. ഇത് ഒട്ടകത്തിൻ്റെ ഫ്രഷ് പാല് കറന്ന് കൊണ്ടുവന്ന് വെച്ചാൽ ഒരു കുപ്പി പാലിന് 5 റിയാലാണ് ചാർജ്. പക്ഷേ ഇത്തവണ പോയപ്പോൾ 10 റിയാലാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയില്ല. ഇത് ഒട്ടകങ്ങൾ കഴിക്കുന്ന പുല്ലാണ്. ഒട്ടകങ്ങൾ കഴിക്കുന്ന പുല്ല്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഒരു ചെറിയ കുഞ്ഞു ഒട്ടകം, എത്ര മാസം പ്രായമുണ്ടെന്നറിയില്ല, ചെറിയ കുഞ്ഞാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ കുഞ്ഞ് ഓടിപ്പോവാതിരിക്കാൻ വേണ്ടി അതിനെ കമ്പിക്കൂടുകളിൽ ഇവരെന്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും എന്തോ ഒരു വല്ലാത്തൊരു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഫീലായിരുന്നു ഈ ഒട്ടകത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ ITIയിലുള്ള സുഹൃത്തായിരുന്നു അദ്ദേഹം. ഒട്ടകത്തിൽ കയറി അദ്ദേഹം ഒട്ടകത്തിൻ്റെ ആ ഒരു യാത്ര എൻജോയ് ചെയ്യാം എന്നൊക്കെ അങ്ങനെ കയറിയിട്ടുണ്ട്. ഒട്ടകത്തിൽ കയറാനുള്ള ചെലവ് എന്ന് പറഞ്ഞാൽ 10 റിയാലാണ് ഒരാൾക്ക്. അങ്ങനെ പോയി തിരിച്ചു വന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഫസൽ ബ്രോ, ഇർഷാദ് ബ്രോ, അവരുടെയൊക്കെ 2 മക്കളും കൂടെ ഈ ഒട്ടകത്തിൽ കയറി അവർ ഒട്ടകത്തിൽ നിന്നുള്ള യാത്ര എങ്ങനെ എൻജോയ് ചെയ്യാം എന്നതിലേക്ക് ഈ ഒട്ടകത്തെ അവർ ശരാശരി ഒരു 50 മീറ്റർ ദൂരം കൊണ്ടുപോകുമ്പോഴേക്കും അവർ തിരിച്ചതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നാലും ആ കുറഞ്ഞ സമയത്തുള്ള യാത്രയുടെ അനുഭൂതി അവർ പറയുന്നതായി കേൾക്കാം. നല്ലൊരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എന്നുള്ളത്. ഹുദൈബിയയിലേക്ക് ആരംഭപ്പൂവായ തങ്ങളും വന്നത് ഒട്ടകത്തിലായിരുന്നല്ലോ. ആ യാത്രയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുമാവാം ഈ ഒരു യാത്ര. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും വിലയിരുത്താം. നമ്മൾ മാത്രമല്ല, ഒരുപാട് സംഘങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന ടീമിനെ മറ്റൊരു സുഹൃത്താണല്ലോ ഇദ്ദേഹം, ഫ്രഷ് പാല് വീണ്ടും കറന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് സൽക്കരിക്കുകയാണ്. 5 റിയാൽ കൊടുത്താലേ ഏത് സൽക്കാരമാണെങ്കിലും നമുക്ക് പാൽ ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒട്ടകത്തിൻ്റെ പാൽ ആദ്യം തന്നെ അവർ അരിപ്പയിൽ അരിച്ചുകൊണ്ട് അതിന് ശേഷമായിരിക്കും നമുക്ക് നൽകുക. അങ്ങനെ ഒരു കുപ്പി വാങ്ങി അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഹുദൈബിയ എന്ന് പറയുന്ന മഹത്തായ ചരിത്രം നടന്ന സ്ഥലത്തെത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുദൈബിയ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ശത്രുക്കളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ ജബലു സൗറിൽ പോയി. സൗറിൽ 3 ദിവസം താമസിച്ചു. അങ്ങനെ അവിടുന്ന് 3-ാം ദിവസം മദീനയിലേക്ക് പോയി. ഇതുവരെ നമ്മളെല്ലാവരും മനസ്സിലില്ലേ? അതൊക്കെ ഉണ്ടാവട്ടെ. എല്ലാം ഒരു ചെവി കൂടെ പോയി കഴിഞ്ഞാൽ വെറുതെ ചരിത്രം ഇങ്ങനെ മനസ്സിലുണ്ടാവും. ഇന്ന് പോയിട്ട് ഹബീബിന് മാണിക നിങ്ങളുടെ പ്രിയതമന്റെ ഹൃദയം പകുതി വേദനിച്ച് ഇനി വേദനിപ്പിക്കല്ലേ. അപ്പോ ആരംഭപ്പൂവായ തങ്ങൾ പോയിട്ട് ഇന്നേക്ക് 6 വർഷം തികഞ്ഞു. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി എങ്കിലും ഹബീബിന്റെ മനസ്സിലെന്നും ഈ മക്കയോടുള്ള അതിയായൊരു മഹബത്ത്. കാരണം ജനിച്ചു വളർന്ന വീടാണ്, നാടാണ്, പരിശുദ്ധമായ കഅബാലയമുള്ള സ്ഥലമാണ്. ഈ ഒരു വിഷമം മുത്തിന്റെ മനസ്സിൽ എന്നുണ്ട്.
മനസ്സിലായി. ഇപ്പൊ നമുക്കാണെങ്കിലും ഉണ്ടാവും നാട്ടിൽ നിന്ന് പോവേണ്ടി വന്നാൽ സ്വന്തം നാടിന്റെ വേദന. ഇപ്പൊ നമ്മൾ വിട്ടുക്കുമ്പോൾ നമുക്കറിയാം നാടിന്റെ ഫീൽ എന്നാണല്ലേ. ഇപ്പൊ നമുക്കറിയാം നമ്മൾ യാത്ര ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ നാട്ടിൽ പോയ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേക ഫീലാ. ഇവിടൊക്കെ എന്തൊക്കെ VIP നാടിന്റെ ടേസ്റ്റ് വേറെയാണ് അല്ലെ. അതുപോലെ മുത്തായ തങ്ങളുടെ മനസ്സിൽ എപ്പോഴും എന്തുണ്ടായിരുന്നു? മക്ക, പരിശുദ്ധമായ കഅബാലയം എല്ലാം കളിച്ച് നടന്നിരുന്ന നാടെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ പോയിട്ട് 6 വർഷമല്ലോ. പ്രബോധനം ഉഷാറായി, ഏകദേശം മുസ്ലിമീങ്ങളായി. ഈ സമയത്താണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം കാണിച്ചു കൊടുത്തു. തങ്ങളുപ്പാപ്പ മക്കയിലേക്ക് പോകുന്നതും ഉംറ ചെയ്യുന്നതും വളരെ റാഹത്തായി തിരിച്ചു വരുന്നതും കണ്ടു. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല്, നബിമാരുടെ ഒരാളുടെയും സ്വപ്നങ്ങൾ വെറുതെ ഉണ്ടാവില്ല. നമ്മൾ രാത്രി സ്വപ്നം കാണും, നല്ല വിമാനത്തേക്ക് പോകുന്നുണ്ടാവും, കഴിഞ്ഞാൽ നല്ല ലക്ഷറി റൂമാവും, രാവിലെ എണീച്ച് നോക്കുമ്പോൾ എവിടെ ഉണ്ടാവും? നമ്മളെ വീട്ടിൽ നിന്ന് ബെഡ്മാൻ ഉണ്ടാവും അല്ലെ. ഇതതിന്റെ ഒരു സിസ്റ്റമാണ്. എന്നാൽ നബിമാര് കാണുന്ന സ്വപ്നങ്ങളൊന്നും വെറുതെ ആവില്ല. അതാണ് നബിമാരുടെ സ്വപ്നം വെറുതെ ആവാൻ പാടില്ല എന്നാ. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത ദിവസം എഴുന്നേറ്റു. തങ്ങളുപ്പാപ്പ തീരുമാനിച്ചു ഏതായാലും ഉംറക്ക് പോകാൻ. സ്വപ്നം ഒറിജിനൽ ആയിരിക്കുമല്ലോ എന്തായാലും. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറക്ക് പോകുന്നുണ്ടുള്ള വിവരം മദീനക്കാർ അറിഞ്ഞു. അറിഞ്ഞതോടെ മദീനത്ത് നിന്ന് സ്വഹാബത്തൊക്കെ ഒരുമിച്ച് കൂടി തങ്ങളെ ഞങ്ങളെയും കൂടി കൊണ്ടുപോകുമോ? ഇതായിരുന്നു സ്വഹാബത്തിന്റെ റിക്വസ്റ്റ്. ഹബീബിന് അറിയാം മക്കയിൽ നിന്ന് പോന്നിട്ട് 6 വർഷമായി. അന്ന് മക്കയിൽ നിന്ന് പോരുമ്പോ മക്കയുടെ ആ ഒരു പ്രതികൂല സാഹചര്യമൊക്കെ മുത്തിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇനി മക്കയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആരംഭപ്പുവായ തങ്ങൾ എല്ലാവർക്കും സമ്മതം കൊടുത്തു. നമ്മുടെ മനസ്സെല്ലാം ഇപ്പൊ മദീനയിൽ ഉണ്ടാവണ്ട. മുത്തായ തങ്ങളോട് സ്വഹാബത്ത് പറയണമെങ്കിൽ നമ്മൾ മനസ്സ് കൊണ്ടുവരാം. എല്ലാവർക്കും സമ്മതം കൊടുത്തു. ഹബീബിന്റെ കൂടെ 1500ഓളം സ്വഹാബത്താണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോരുന്നത്. എല്ലാവരും വലിയ പ്രതീക്ഷയിലാ പോരുന്നത്. ഉംറ കഴിഞ്ഞ അറവ് നടത്തൽ സുന്നത്തുണ്ട്. ഉംറ ഹജ്ജെല്ലാം കഴിഞ്ഞ അങ്ങനെ അറവിന്റെ മൃഗങ്ങളെല്ലാം കൂട്ടി സ്വഹാബത്ത് ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ 400 കിലോമീറ്ററോളം താണ്ടി വന്നു. ആ സാഹചര്യത്തെ കുറിച്ച് പറയുന്നതായി കാണാം. ഇന്ന് നമുക്ക് ഈ കുറച്ചു നേരം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കെന്തുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല അല്ലെ. എന്നാൽ അന്ന് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ ആയിരുന്നത്രേ 400 കിലോമീറ്റർ ഒട്ടകത്തെ കൊണ്ട് നടത്തി. ഒട്ടകം നടന്ന എത്ര നമുക്കറിയാലേ. ഖസ്വ എന്ന ഒട്ടകത്തിൽ ഹബീബിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി മുത്തായ തങ്ങളും സ്വഹാബത്തും ഉംറ എന്ന വലിയ പ്രതീക്ഷയോടെ വന്നു. അങ്ങനെ സനിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകമായിരുന്ന പേര് ഖസ്വ. ഞാൻ അറഫയിൽ നിന്ന് പറഞ്ഞിരുന്നു ഖസ്വഇനൊരു പ്രത്യേകത ഉണ്ടെന്ന്. ഓർമ്മണ്ടാ? എന്തോ? മാഷാ അല്ലാഹ്. എന്താ അത് പുരുഷന്മാരെല്ലാം അങ്ങനെ ഗാംഭീര്യത നോക്കണേ. അതായത് പൂവിന് എന്താണ് ആവശ്യം അതാണ് ഖസ്വ ചെയ്യാം. സനിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒട്ടകത്തിന് പോവേണ്ട വഴി ഇങ്ങനെയാണ്, മക്കയിലേക്ക്. പക്ഷെ ഈ സനിയ എത്തിയപ്പോ നേരെ ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ഇതോടെ എന്തായി, സ്വഹാബത്തൊക്കെ ചോദിച്ചു എന്തിപ്പോ പോവേണ്ട മദീന മക്കത്തേക്കല്ലേ, ഇങ്ങോട്ട് പോരുന്ന എന്താ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബ്രഹത്തിന്റെ രാജാവ് അന്ന് കഅബാലയം പൊളിക്കാൻ വേണ്ടി വരുമ്പോ ആ ഒട്ടകങ്ങളെല്ലാവരെയും തടഞ്ഞു നിർത്തിയ റബ്ബാണ് നമ്മളെയും തടഞ്ഞു നിർത്തിയത്. അങ്ങനെ ഈ സനിയയിൽ നിന്ന് ഖസ്വ എന്ന ഒട്ടകം തിരിച്ചു നേരെ വന്ന് എത്തിയ സ്ഥലമാണ് ഈ കാണുന്ന ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലം. മനസ്സിലായല്ലേ? ഈ കാണുന്ന ഏരിയ കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു, മുത്തും സുഹാബത്തും വന്ന ഒറിജിനൽ മൈന്യൂട്ട് സ്ഥലമാണ്. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സുഹാബത്തും ഇവിടെ 17 ദിവസത്തോളം താമസിച്ചു എന്നൊക്കെ ചരിത്രങ്ങൾ കാണാം. ഇവിടെ എത്തിയപ്പോൾ മുത്തായ തങ്ങൾക്ക് മനസ്സിലായി ഡയറക്റ്റ് മക്കയിലേക്ക് പോകുന്നതിൽ എന്തോ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ തങ്ങളുപ്പാപ്പയോട്, അലി തങ്ങളുപ്പാപ്പയോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് മക്കയിലെ അവസ്ഥകൾക്കൊന്ന് അന്വേഷിച്ചു വരാമോ? അലിയാർ തങ്ങളുപ്പാപ്പ പറഞ്ഞു, തങ്ങളെ എന്റെ കുടുംബങ്ങളൊന്നും ഇപ്പൊ മക്കയിലില്ല, ഞാൻ അങ്ങോട്ട് പോയാൽ എന്തായിരിക്കും സാഹചര്യം അറിയില്ലല്ലോ. അതുകൊണ്ട് ഉസ്മാൻ തങ്ങളുപ്പാപ്പയെ വിടാൻ തീരുമാനിച്ചു. അങ്ങനെ ഉസ്മാൻ തങ്ങളുപ്പാപ്പ നേരെ പോയി മക്കയിലേക്ക് വിവരങ്ങൾ പറഞ്ഞു. ഉസ്മാൻ തങ്ങളുപ്പാപ്പയോട് പറഞ്ഞു, മുഹമ്മദിനെയും സംഘത്തെയും ഇങ്ങോട്ട് അടുപ്പിക്കൂല നമ്മള്. മുഹമ്മദ് സംഘം ഇങ്ങോട്ട് വന്ന് ഉംറയെ അടുപ്പിക്കൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ, കാരണം ഉസ്മാൻ തങ്ങളുപ്പാപ്പയുടെ ഫാമിലി അവിടെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉംറ ചെയ്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഉസ്മാൻ തങ്ങളുപ്പാപ്പ പറഞ്ഞു, എന്റെ ഹബീബില്ലാതെ ഞാൻ ഉംറ ചെയ്യുകയില്ല.
അങ്ങനെ ഉസ്മാൻ തങ്ങൾ ഉപ്പാപ്പ ഇവിടുന്ന് പോയി തിരിച്ചു തന്നെ കാണില്ല. ഇതോടെ ഇവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിനും ആരംഭപ്പൂവായ തങ്ങൾക്കും വല്ലാത്ത വിഷമം വന്നു. അതിൻ്റെ ഒരു കിംവദന്തി വന്നു, എന്ത് ഉസ്മാൻ വധിക്കപ്പെട്ടു എന്ന്. ഇതും കൂടെ കേട്ടതോടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും വല്ലാത്ത വിഷമത്തിലായി. ആരംഭപ്പൂവായ തങ്ങളെ കൈ നീട്ടി വെച്ചു. ഇത് ബൈഅത്തു റിദ്വാൻ എന്ന് പറയുന്ന ഒരു ബൈഅത്ത് ഇവിടെ നടക്കുകയാണ്. അതായത് നമ്മളിൽ നിന്ന് അവസാനത്തെ ഒരാളും കൂടെ ഷഹീദാവുന്നവരെ നമ്മൾ ഒരാൾ തിരിച്ചു പോകില്ല, മുമ്പോട്ട് പോയി യുദ്ധം ചെയ്യുന്ന തീരുമാനമാണ്. അങ്ങനെ ഹബീബിന്റെ കൈ വെച്ചു സ്വഹാബത്ത് ഓരോരുത്തരെ. ഉസ്മാൻ തങ്ങൾ പാപ്പാന്റെ കൈ, കാരണം ഉസ്മാൻ തങ്ങൾ പാപ്പ മക്കത്തെത്തിയില്ലേ, അപ്പൊ ആ കൈ പകരം ഹബീബിന്റെ രണ്ടാമത്തെ കൈ ഇങ്ങനെ വെച്ചു. അങ്ങനെ ബൈഅത്തു റിദ്വാൻ എന്ന് പറയുന്ന ആ ഒരു ബൈഅത്ത് ഇവിടെ വെച്ച് നടക്കുകയുണ്ടായി. ഈ സമയത്താണ് ഉസ്മാൻ തങ്ങൾ പാപ്പയെ അവർ വിട്ടു, തങ്ങൾ പാപ്പ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഇവരെ കൂടെ മക്കയിൽ നിന്ന് ശത്രുക്കൾ ഒരു നമ്മൾ ദൂതനെ പറഞ്ഞയച്ചു. എന്താണ് ഈ മുഹമ്മദിന്റെ സംഘത്തിന് ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ വേണ്ടി. അവരിവിടെ വന്നപ്പോ കാണുന്ന കാഴ്ച എന്താ? മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഹബീബ് വുളു എടുക്കുന്നു. ഹബീബിന്റെ വുളുവിൽ ഒരു വെള്ളം പോലും നിലത്ത് വീഴുന്നില്ല. അതായിരുന്നു സ്വഹാബത്തിന്റെ മഹബത്ത്. അവരെടുക്കുന്നു, കുടിക്കുന്നു, അവർ അത്തറായി പുരട്ടുന്നു. ഹബീബിന്റെ വിയർപ്പിൽ നല്ല സുഗന്ധമായിരുന്നു. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഷ്ടം പോലും ഭൂമി അപ്പൊ തന്നെ വിഴുങ്ങും. ഇതായിരുന്നു ചരിത്രങ്ങൾ. അങ്ങനെ മുത്തിന്റെ ആ ഒരു വുളു എടുക്കുന്ന വെള്ളം സ്വഹാബത്ത് ഇങ്ങനെ എടുത്ത് കുടിക്കുന്നത് കണ്ടപ്പോ ഈ വന്ന ദൂതനെ തിരിച്ചുപോയി മക്കത്ത് പോയി പറഞ്ഞു, മുഹമ്മദും സംഘവും ഭയങ്കര ഫുൾ സെറ്റപ്പിലാണ് വന്നത്. കാരണം അവരത്രക്കും ഉറപ്പിനാണല്ലോ, അവർ നേതാവിനോടുള്ള യോജിപ്പാണല്ലോ കാണുന്നത്. നേതാവിന്റെ വുളു എടുക്കുന്ന വെള്ളം പോലും പുറത്തു പോകുന്നില്ല. അങ്ങനെ മക്കയിൽ നിന്ന് ഒരു നേതാവായി സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന വ്യക്തി നേരെ ഇങ്ങോട്ട് ഹുദൈബിയയിലേക്ക് വരാം. എന്തിനാ വരുന്നത്? അന്ന് മക്കയിലെ ഭരണാധികാരിപ്പെട്ട പ്രധാനപ്പെട്ട ആളാണ്. അവർ വന്നു. അങ്ങനെ മുത്തായ തങ്ങളോട് പറഞ്ഞു, മുഹമ്മദ് ഇത്തവണ നിങ്ങൾക്ക് എന്താ ചെയ്യാ, ഉംറ ചെയ്യാൻ സമ്മതമല്ല. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരി, നിങ്ങൾ ഉംറ ചെയ്യാനും 3 ദിവസം താമസിക്കാനും നമ്മൾ സൗകര്യങ്ങൾ ചെയ്തുതരാം. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സമാധാനം ചിന്തിച്ചുകൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോവാൻ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 400 കിലോമീറ്റർ ആ വെയിലത്ത് വന്ന് ഇവിടുന്ന് ആകെ മക്കയിലേക്ക് നമ്മൾ വന്ന ദൂരേ ഉള്ളൂ. ഈ സമയത്താണ് പറയുന്നത് ഇവിടുന്ന് തിരിച്ചു പോകണം. ഹബീബ് എപ്പോഴും ഒരു സമാധാനത്തിന്റെ സാഹചര്യം ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു ഉടമ്പടി എഴുതാണല്ലോ. കാരണം അടുത്ത വർഷം വരുമ്പോൾ ഇനി വാക്ക് മാറാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് ഉടമ്പടി എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് മുത്തായ തങ്ങളും സ്വഹാബത്തും കൂടെ സുഹൈൽ ഇബ്നു അംറും. അങ്ങനെ ഉടമ്പടിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി ആദ്യം തന്നെ. അപ്പൊ സുഹൈൽ ഇബ്നു അംർ ചോദിച്ചു, ആരാണ് ഈ റഹ്മാനും റഹീമുമായ അള്ളാഹു? നമുക്ക് അങ്ങനെ ഒരാൾ അറിയില്ല, അതുകൊണ്ട് വെട്ടണം എന്ന് പറഞ്ഞു. ആരംഭപ്പൂവായ തങ്ങൾ പറഞ്ഞു, വെട്ട് സ്വഹാബ. ആ സമയത്ത് സ്വഹാബത്തിന് വല്ലാത്ത വിഷമം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ല, റഹ്മാൻ റഹീമിന് വെട്ടണമെന്ന്. അങ്ങനെ മുത്തായ തങ്ങളുടെ കൽപ്പന പ്രകാരം സ്വഹാബത്ത് വെട്ടി. രണ്ടാമത് അവർ ഉടമ്പടി എഴുതുകയാണ്. എന്താ ഉടമ്പടി? കുറെ ഉടമ്പടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 പറയാം. ഒന്ന്, ഇനി അങ്ങോട്ട് 10 വർഷത്തേക്ക് നമ്മൾ തമ്മിൽ യാതൊരു യുദ്ധം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, മാന്യമായ അഭിപ്രായമാണ്. രണ്ടാമത് പറഞ്ഞെന്താ? മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി മദീനയിലേക്ക് വന്നാൽ മദീനയിൽ അവരെ സ്വീകരിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? എത്രമാത്രം ക്രൂരമായ തീരുമാനം ആലോചിച്ച് നോക്കി. മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ സ്വീകരിക്കാൻ പറ്റൂല. മുത്തായ തങ്ങൾ പറഞ്ഞു ഓക്കെ. പിന്നെ പറഞ്ഞു, മദീനയിൽ നിന്നെങ്ങാനും ആരെങ്കിലും മക്കയിലേക്ക് ഞങ്ങളിലേക്ക് ചേരാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് പറഞ്ഞേക്കില്ല. എത്ര മാതങ്ങൾ ആലോചിച്ച് ആ ഒരു വൈരുദ്ധ്യം മനസ്സിലായില്ലേ? അതായത് അവരുടെ ഏകാധിപത്യം അവർ സ്ഥാപിക്കുകയാണ്. ഇതും കൂടെ കേട്ടതോടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. കാരണം അവിടെ എന്താണ് ഒരു സാഹചര്യം പ്രശ്നം ഉണ്ടാവാതെ തങ്ങൾ ഉദ്ദേശിക്കുന്നത് കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാവരുത്. നമ്മൾ മനസ്സിപ്പോ എവിടെത്തണം? ഇപ്പൊ നമ്മുടെ മനസ്സോടെയല്ലേ? മദീനത്തോ? മദീനത്തിൽ പോകുന്ന ഇവിടെ എത്തണം. ഇവിടെ മൊത്തം സ്വഹാബത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഈ പറയണൊക്കെ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും ബസ് എന്ന് പറയേണ്ടതല്ല, ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നേ പറയണം. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ഫീൽ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓക്കെ, തീരുമാനം ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇനി സൈൻ ചെയ്യാം. വേറെയും ഒരുപാട് ഉടമ്പടികളുണ്ട്. സൈൻ ചെയ്യുന്ന സമയത്ത് ഹബീബിന്റെ സൈൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇപ്പൊ നമ്മള് അബ്ദുൽ അസീസ് ടി പി അതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി അതിനെ ഒപ്പിടാൻ നിന്നപ്പോ ഈ സുഹൈൽ ഇബ്നു അംർ ചോദിച്ചു, ആരാണ് ഈ മുഹമ്മദുർ റസൂലുള്ളാഹ്? ഈ റസൂലുള്ളാഹ് മുഹമ്മദ് നമുക്കറിയുന്ന മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയാണ്. അതുകൊണ്ട് വെട്ടണം എന്ന് പറഞ്ഞു.
ഇതും കൂടി കേട്ടപ്പോ സ്വഹാബത്തിനോട് ദേഷ്യം പിടിച്ചു. സ്വഹാബത്ത് ചോദിച്ചു മുത്തായ തങ്ങളോട്, എന്തിനാണ് നബിയെ ഇങ്ങനെയൊക്കെ നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നമ്മൾ പോയിട്ട് ഒരു യുദ്ധം ചെയ്ത് ഉംറ ചെയ്ത് പോയിക്കൂടെ? തങ്ങൾ പറഞ്ഞു, വെട്ടു സ്വഹാബ എന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ പാപ്പ ചോദിച്ചു, നബിയെ അങ്ങ് അള്ളാഹുവിന്റെ ദൂതൻ തന്നെയല്ലേ? ചോദിച്ചു ഉമർ തങ്ങൾ പാപ്പ. ആരംഭപ്പോ പറഞ്ഞു, നഅം, അതെ, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. നമുക്ക് നന്മ നമ്മുടേതും തിന്മ അവരുടേതുമല്ലേ? അതെ, അതും തന്നെയാണ്. അങ്ങനെ ഉമർ തങ്ങൾ പാപ്പ ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞു ഉമർ തങ്ങൾ പാപ്പയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു, നിർബന്ധം പറഞ്ഞു. ഉമർ തങ്ങൾ പാപ്പ മിണ്ടാതിരുന്നു. ഹബീബ് പറഞ്ഞു, വെട്ടണം സ്വഹാബ. സ്വഹാബത്ത് വെട്ടുന്നില്ല. അലിയാർ തങ്ങൾ പാപ്പയോട് പറഞ്ഞു, വെട്ടു സ്വഹാബ എന്ന് പറഞ്ഞു. സ്വഹാബത്ത് വെട്ടാൻ കഴിയുന്നില്ല, കാരണം അവരെ മുത്തനെയാണ് വെട്ടാൻ പറയണത്. എങ്ങനെ വെട്ടും? അവരുടെയൊക്കെ മഹബത്ത് അതായിരുന്നു. അങ്ങനെ ആരംഭപ്പോവാ തങ്ങൾ സ്വഹാബത്ത് വെട്ടാത്തത് കണ്ടപ്പോ തങ്ങളെ മനസ്സ് വേദനിച്ചു. തങ്ങൾ പാപ്പ അവരുടെ കയ്യിൽ നിന്ന് ആ പെണ്ണങ്ങ് വാങ്ങിയിട്ട് മുഹമ്മദ് റസൂലുള്ള വെട്ടി മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നാക്കി. അങ്ങനെ ഉടമ്പടി സ്വീകരിച്ചു. ഉടമ്പടിയെല്ലാം ഒപ്പിട്ട് കഴിഞ്ഞില്ലേ? ഈ സമയത്താണ് ആ ഒരു മജ്ലിസിലേക്ക്, അതായത് ഇതുപോലെ തങ്ങളും സ്വഹാബത്തും സുഹൈലും ടീമും നിൽക്കുന്ന കൂട്ടത്തിലേക്കാണ് ജന്തൽ റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. ജന്തൽ റളിയല്ലാഹു അൻഹു വരുന്ന രംഗം എങ്ങനെ ചോദിച്ചാൽ, ജന്തൽ റളിയല്ലാഹു അൻഹു നടക്കാൻ കഴിയുന്നില്ല. കാരണം മാസങ്ങളോളമായി ചെങ്ങലയിലായിരുന്നു മക്കയിൽ കിടക്കുന്നത്. ഈ സുഹൈലിബിന്റെ മകനാണ് ജന്തൽ എന്നുള്ള ജന്തൽ റളിയല്ലാഹു അൻഹു. ഇസ്ലാം മതം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രമായിക്കൊണ്ട് ജന്തൽ റളിയല്ലാഹു അൻഹുവിനെ ചെങ്ങല കെട്ടിക്കാണ്, പട്ടിണിയിലാണുള്ളത്. പക്ഷേ ഹബീബ് ഈ അടുത്തെത്തിന്ന് കേട്ടപ്പോ ജന്തൽ തങ്ങൾ പാപ്പ എങ്ങനെയോ അവിടെ കണ്ണ് വെട്ടിച്ചു വേഗം ഇങ്ങോട്ട് എത്തിയതാ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ സുഹൈലിബിൻ അംർ എന്ന് പറയുന്ന ഉപ്പ ഉണ്ടാവുമെന്നുള്ളത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. മുത്തായ തങ്ങളെ കണ്ടു, സന്തോഷിച്ചു. തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഒരുപാട് കാലമായി ഞാൻ തങ്ങളെ മഹബത്ത് വെച്ചതിന്റെ പേരിൽ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, എന്റെ കാലിൽ കാണി ചെങ്ങല അടയാമെല്ലാം ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രമാണ് തങ്ങളെ എന്നെയും കൂടെ മദീനയിലേക്ക് കൊണ്ടുപോകണം. ഉപ്പാനെ കണ്ടു. ജന്തൽ തങ്ങൾ ഉപ്പാപ്പ ആകെ വിഷമത്തിലായി. ആ സമയത്ത് സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ക്രൂരൻ പറഞ്ഞു, മുഹമ്മദ്, നമ്മുടെ ഉടമ്പടി ഇവിടുന്ന് തന്നെ നീ തെറ്റിച്ചു കഴിഞ്ഞാല് ഇത് യുദ്ധത്തിലേക്കായിരിക്കും പോകാൻ. മുത്തായ തങ്ങൾ ചോദിച്ചു, നമ്മൾ ഇപ്പൊ ഒപ്പിട്ടിട്ടല്ലോ, ഇവരെയും കൂടെ കൊണ്ടുപോയിക്കൂടെ? സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, ഒരിക്കലും പറ്റൂല. ഇതോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജന്തൽ തങ്ങൾ പാപ്പയോട് നിങ്ങൾ തിരിച്ചു പോകണം. ജന്തൽ തങ്ങൾ പാപ്പ ചോദിക്കാണ്, തങ്ങളെ ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിച്ചതായിരുന്നു തങ്ങളൊന്ന് കാണണം എന്നുള്ളത്. തങ്ങളെ മത ഇസ്ലാം വിശ്വസിച്ചതിന്റെ പേരിൽ ഞാൻ ഇന്നും അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്റെ മേലാകെ ചെങ്ങലയുടെ അടയാളങ്ങളാണ്. ഈ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ ഞാൻ എങ്ങനെയോ ഇവിടെ എത്തിയതാണ്. ഈ സാധുവായ ജന്തലിനെ കൊണ്ടുപോവാതെ മദീനയിലേക്ക് തങ്ങൾ പോവുകയാണോ എന്ന് ചോദിച്ചു. ഹബീബിന് വല്ലാത്ത വിഷമം വന്നു. ഹബീബ് പറഞ്ഞു, ജന്തൽ നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ആ ജന്തലിനെ ഇവിടെ ഉണ്ടായിരുന്ന സുഹൈലിന്റെ ശത്രുക്കൾ എല്ലാവരും വലിച്ച് തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഈ രംഗം കണ്ട് സ്വഹാബത്ത് എല്ലാവരും നോക്കി നിന്ന് വിഷമിച്ചു പോയി എന്നും ചരിത്രങ്ങൾ കാണാം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ ഹുദൈബിയ കരാർ സന്ധി, ഞാൻ പറഞ്ഞ ആ സന്ധി നടന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ കാണുന്ന കെട്ടിനകത്താണല്ലേ. ആ കെട്ടുന്നത് ഒരു പഴയ മതിലുണ്ടല്ലേ, ആ സ്ഥലം ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. അങ്ങനെ ഇവിടെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നിൽക്കാണ്. അങ്ങനെ ജന്തലും മറ്റേ സുഹൈലും കൂട്ടരും പോയി. അങ്ങനെ തങ്ങൾ പറഞ്ഞു സ്വഹാബത്തിനോട്, ഖും യാ സ്വഹാബ. സ്വഹാബത്ത് എഴുന്നേൽക്കുന്നില്ല. എന്തിനാ പറയുന്നത്? തിരിച്ചു പോവാന്. സ്വഹാബത്തിന്റെ മനസ്സ് വേദനിച്ചിരിക്കല്ലേ. ഇത്ര അടുത്തെത്തിയിട്ട് തിരിച്ചു പോവാന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ചിന്തിച്ചാ മനസ്സിലാവും. നമ്മൾ നാട്ടിൽ നിന്ന് ഉംറക്ക് വന്ന് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി, അപ്പോഴാണ് നമ്മളെല്ലാരും വിസ ഫേക്കാൻ. മനസ്സിലായില്ലേ? തിരിച്ചു പോകുമ്പോൾ എത്ര വേദന ഉണ്ടാവൂലേ. ഇത് അതിനേക്കാളും സഹിക്കാൻ കഴിയാത്ത വേദന അവർക്കണേ. സ്വഹാബത്ത് എഴുന്നേക്കുന്നില്ല. ആരംഭപ്പോയി വേദനിച്ചു. സ്വഹാബത്തിനെ വിളിച്ചു, ഖും യാ സ്വഹാബ. സ്വഹാബത്തിന് വിഷമം കൊണ്ടല്ലാതെ അതപകടമല്ല, സ്വഹാബത്തിന് വിഷമം സഹിക്കാൻ കഴിയാതെ സ്വഹാബത്ത് എഴുന്നേക്കുന്നില്ല. ആരംഭപ്പോയിലൂടെ ഭാര്യ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആരംഭപ്പോയിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ, തങ്ങൾ എവിടെ പോകുമ്പോഴും ഒരു ഭാര്യ എപ്പോഴും കൂടെ ഉണ്ടാവും. തങ്ങൾ പാപ്പയെ ടെന്റിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ സ്വഹാബത്ത് വിഷമത്തിലല്ലേ, നിങ്ങൾ ആദ്യം തന്നെ തല മുണ്ടനം ചെയ്യുക, അതായത് ഉംറയിൽ നിന്ന് വിരമിക്കുക. അങ്ങനെ വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എഴുന്നേറ്റോളും. ഹബീബ് തല മുണ്ടനം ചെയ്തു, തിരിച്ചു വന്നു. ഇത് കണ്ട സ്വഹാബ കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് അവർ എഴുന്നേറ്റു. അവരെല്ലാവരും തല മുണ്ടനം ചെയ്തു. അങ്ങനെ എല്ലാവരും ആ സുന്നത്തായ അറിവിനെ കൊണ്ടുവന്ന മൃഗങ്ങളെല്ലാവരും എന്തായി മറ്റേ ഇഹ്റാം ചെയ്ത് പിരിയല്
പൂർത്തിയാക്കാതെ. അതുകൊണ്ട് എല്ലാവരും അറവ് നടത്തി അങ്ങനെ 17 ദിവസത്തോളം ഇവിടെ താമസിച്ചിരുന്നു എന്നും ചരിത്രങ്ങൾ കാണാം. അന്ന് അവര് ഇവിടെ താമസിച്ച പരിസരങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കിണറല്ലാണ്ട് ആ കിണറെല്ലാം കാണിച്ചാൽ അവിടെ എല്ലാ സ്ഥലത്തും 1500 സ്വഹാബത്ത് താമസിച്ചിരുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ നമ്മൾ പോകുന്ന പരിസര സിയാറുണ്ട്. ആ സിയാറയിൽ കാണിച്ചത് ആ മക്കം ഫത്തഹ് എന്ന് പറയുന്ന സംഭവം. ആ മക്കം ഫത്തഹിന് തങ്ങൾ പാപ്പയും സ്വഹാബത്തും വരുന്നത് അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പാ. അപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ആരംഭപ്പോ വന്നു വളരെ വേദനയോടെ തിരിച്ചു പോയ ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഹുദൈബിയ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെ മനസ്സിലെന്തുണ്ടാ അറിയോ, നമ്മളിങ്ങനെ ഇതൊക്കെ കുറച്ചു നേരം നിൽക്കുമ്പോൾ നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ എന്റെ മനസ്സിൽ ഈ മാത്രം കുറഞ്ഞു പിടിച്ചോനെ. ഇതൊക്കെ നമുക്ക് AC റൂമിൽ നിന്ന് AC ബസ്സിൽ നിന്ന് കേൾക്കല്ലേ. ഇങ്ങനെല്ലാം ആരംഭപ്പോവായ തങ്ങളും സ്വഹാബത്തും ആ രൂപത്തിൽ അവിടെ. ഇന്ന് ഈ തണലുണ്ട്, അന്ന് തണലില്ല. ഇത് മരുഭൂമിയാണ്. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചരിത്രങ്ങളിലൂടെ പോകുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം ഹൈറിലാക്കുമാറാവട്ടെ, ജീവിതം റാഹത്തിലാക്കി തരുമാറാവട്ടെ. ആരംഭപ്പൂവിന്റെ ചരിത്രങ്ങൾ പറയുന്നതിന്റെയും കാണുന്നതിന്റെയും കേൾക്കുന്നതിന്റെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് മുത്തിനെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹ് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ മദീനയിൽ ചെല്ലുമ്പോ ഹബീബിന്റെ സ്വീകരണം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുത്ത് മദീനത്തുനിന്ന് കാണും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ചെയ്യുന്നതും പറയുന്നെല്ലാം കാരണം തങ്ങൾ വേദനിച്ച ഇടമാണതൊക്കെ. ഇവിടൊക്കെ നമ്മൾ വരുന്ന തങ്ങൾ മദീനത്തുനിന്ന് കാണും. ഒരു പക്ഷെ അതൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതം വിജയിക്കാനുള്ള കാരണം. അള്ളാഹ് കബൂൽ ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. അങ്ങനെ ഹുദൈബിയയിൽ നിന്ന് ഉംറക്കുള്ള ഇഹ്റാമെല്ലാം ചെയ്തുകൊണ്ട് ഹസന ഉംറ സംഘം ഇനി തിരിച്ച് നേരെ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്തായിരുന്നു ഹുദൈബിയ സന്ധിയെല്ലാം നടന്നിരുന്നത്. ഹുദൈബിയ സന്ധിക്ക് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തൊക്കെ വന്ന് ആ ഒരു കരാറ് നടന്ന സ്ഥലമാണ് ഈ കാണുന്ന കമ്പിക്കെട്ടിൻ്റെ അകത്തുള്ള ഈ ചുരുങ്ങിയ ഭാഗം. ഈ കെട്ടുകൾ പഴയ അന്നുണ്ടായിരുന്ന അതേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന കമ്പിക്കെട്ടുമെല്ലാം പിന്നീടുണ്ടായതാണ്. അങ്ങനെ നമ്മുടെ സംഘം മക്ക മ്യൂസിയത്തിലെത്തി. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ ഇരു ഹറമുകളുടെ മനോഹരമായ പൂർവീക കാഴ്ചകളാണ് ഈ മക്ക മ്യൂസിയത്തിലുള്ളത്. അങ്ങനെ മക്ക മ്യൂസിയത്തിലേക്ക് മുൻകാലങ്ങളിലൊക്കെ പ്രവേശനം വളരെ കുറവായിരുന്നു. ഇന്ന് നമുക്ക് കുറേ ബാച്ചുകളിലായിക്കൊണ്ട് ഇവിടെ വരാൻ കഴിയുന്നു എന്നുള്ളത് വല്ലാത്ത സന്തോഷമാണ്. എൻട്രൻസിൽ തന്നെ സംസം എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അവിടെ കുടിക്കാൻ. അങ്ങനെ സംസം എല്ലാം കുടിച്ചു. ഇപ്പോൾ പുതിയ നിയമം കൂടെ വന്നിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്യുക എന്നൊരു സംഭവം. അവിടെ തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. നമ്മുടെ ഹിജർ ഇസ്മായിലില്ലേ അവിടെ നിങ്ങൾ കണ്ടിട്ട് ഇപ്പം നല്ല ഗോൾഡ് കളറിൽ ഇങ്ങനെ ചില്ല് നമ്മൾ തോഫയും കാണില്ല. ഹിജർ ഇസ്മായിൽ അവിടെ ഒരു 3 ഗോൾഡ് കളർ എന്താ ലൈറ്റ് ഉണ്ടാവും. അതിൽ പഴയ അന്നത്തെ ഒറിജിനൽ സാധനം, അത് പണ്ട് ഉപയോഗിച്ചിരുന്ന പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ ലൈറ്റാണ് കേട്ടോ. ഇതൊക്കെ എന്താണ് കഅബയുടെ പഴയ പാർട്ടുകൾ, ഓരോരോ പാർട്ടുകൾ. ഇപ്പം നമ്മൾ ഹറമിലേക്ക് കയറുന്ന വാതിൽ ഫുൾ എന്താണ് ടെക്നോളജിപരമായ ഫുൾ ന്യൂ ജനറേഷൻ മോഡലല്ലേ. പണ്ടുണ്ടായിരുന്ന വാതിൽ, അതായത് വാതിൽ ഇത് താഴെ വാതിൽ, മുകളിൽ എൻട്രൻസ്, നമ്മൾ എൻട്രൻസ് വരില്ലേ ആ സംഭവം. അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അത് മറ്റേ എൻട്രൻസ് പറഞ്ഞില്ലേ. അപ്പൊ ആ എൻട്രൻസിൽ താഴെ ഇപ്പൊ നമ്മൾ ശരിക്കും പോണ ഭാഗത്തല്ല ശരിക്കും ഉണ്ടാവില്ല. നമ്മൾ പോണ ഭാഗത്ത് ഡോറില്ല. അവിടെ അതിന് നേരെ വലത് ഭാഗത്ത് കഅബയുടെ ഹറമിന്റെ മെയിൻ ഡോറുണ്ട്. ഫുൾ അതേപോലെ ഫുൾ സെറ്റപ്പിൽ വന്ന്. അപ്പൊ അന്ന് കാലങ്ങളിൽ ആ ഇതിന്റെ താഴെ ഉണ്ടായിരുന്ന ഡോറുകൾ, അതായത് മസ്ജിദുൽ ഹറാമിലേക്കുള്ള ഡോറുകൾ ആടാ അന്നത്തെ വാതില്.
ഇത് പരിശുദ്ധമായ കഅബയുടെ സൈഡിൽ നമ്മളാരും ഇതുവരെ ചിലപ്പോൾ കണ്ടിട്ടില്ലാത്ത ഹജർ റസൂദ് ഇല്ലേ, ഹജർ റസൂദ് ഇന്നൊക്കെ അന്ന് കാലത്ത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ നിൽക്കുന്നുണ്ട്. ഇന്ന് ഫോട്ടോ പോയി അടുത്തേക്ക് നിൽക്കാൻ കഴിയുന്നില്ല അല്ലേ, കണ്ടില്ലേ? അതിന് ഏറ്റവും മുകളിലാണ് നിങ്ങൾ, അതാണ് കഅബയുടെ താക്കോലാണ് ആ കാണുന്നത്. ആ ഏറ്റവും മുകളിൽ ഈ താഴെ കാണുന്ന കഅബയുടെ വാതില്. ഇങ്ങോട്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല നിർമ്മിക്കുന്ന ഫാക്ടറി ഇൻഷാ അല്ലാഹ് ഇപ്പൊ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ കില്ല ഒരു വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കാറുള്ളത്. ആ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കിയിരുന്ന പണ്ടത്തെ കാലത്ത്, അതായത് മെഷീനറി ഉപയോഗിച്ചല്ല, കൈത്തറികളാണ് ഉപയോഗിക്കല്. അപ്പൊ പണ്ട് കാലങ്ങളിൽ കഅബയുടെ കില്ലയിൽ വെക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇനി നമ്മൾ ത്വാഫ് ചെയ്യുമ്പോൾ നോക്കണ്ടാ, കഅബയുടെ മുകളിൽ കഴിഞ്ഞാൽ ഒരു വട്ടം ഇതേപോലെ ഉണ്ടാവും, ഇങ്ങനെ അറബി എഴുത്തുണ്ടാവും ചുറ്റും. അതാണ് ഈ കാണുക കേട്ടാ. അതുപോലെ അന്ന് ഉപയോഗിച്ചിരുന്ന, അതായത് ഇതൊക്കെ പുതിയതാണ്, ഉപയോഗിക്കുന്ന നൂലുകള് അതിന്റെ ഓരോ മെറ്റീരിയൽസ് ആണ്. കഅബയുടെ കില്ല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ. ഇന്ന് ഇനി കഅബ നോക്കുമ്പോൾ മനസ്സിലാവും ആ പറഞ്ഞ ശരിയാവും. ഇതിന് കഅബമുള്ള ഓരോ സംഭവങ്ങളാണൊക്കെ. അതുപോലെ പരിശുദ്ധമായ കഅബയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും ഒരു തൂക്കിയുടെ ഒരു ഡോർ. ആ ഡോറിന്റെ അവിടെ ഉണ്ടാവും ഇതേപോലെ. ഇനി ഇന്നും നോക്കിയാൽ കാണാൻ ഇവിടെ ഇതേപോലെ മനസ്സിലായി. കഅബയുടെ കില്ലയുടെ ഒരു ഭാഗമാണ് ഇത്, ഡോറിന്റെ ഭാഗത്തുള്ള. അത് വരും ഇതൊക്കെ സംഭവം. ഓരോ ഹജറുൽ അസ്വദിന്റെ അവിടെ ഉള്ളൊരു കൂടുണ്ടല്ലോ, ഒരു അതിന്റെ പഴയ കൂടുകളാണിത്. ഹജറുൽ അസ്വദിന്റെ അവിടെയുള്ള പഴയ കൂടുകൾ കേട്ടാ. അതുപോലെ തന്നെ കഅബയുടെ പണ്ട് സംസമൊക്കെ ഇതാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ. പിന്നെ നമ്മൾ കഅബയുടെ കില്ല ഇൻഷാ അല്ലാഹ് പിടിക്കാൻ പോകുമ്പോൾ ഇനി കാണാൻ കഴിയും. കഅബയുടെ കില്ല ഫ്ലോർമേക്ക് ഒരു ലോക്കുമേലാക്കണേ. കഅബ അങ്ങനെ വലിച്ചിട്ട് കില്ല ലോക്കാണിത്. ഇതൊക്കെ അന്നത്തെ കാലത്തെ കൊത്തുപണികളാട്ടാ, കല്ലിലൊക്കെ ഉള്ള. നമ്മൾ സംസം കിണർ നമ്മൾ കണ്ടില്ലല്ലേ. സംസം കിണറിന്റെ പണ്ടത്തെ അലമാരയാണ് ഈ കാണുന്നത്. ഇത് അന്നത്തെ കാലത്തെ പഴയ ക്ലോക്ക്. ആ കാണുന്നത് ക്ലോക്ക്, ഘടികാരം പറയില്ലേ, അന്ന് കാലത്ത് ഒരു ക്ലോക്ക് വർക്ക് ചെയ്യേണ്ടായിരുന്ന മെഷീനറികളാണ് ഈ കണ്ട മുഴുവനും. ഇപ്പം നമ്മൾ സൈ ചെയ്യുമ്പോൾ ഇപ്പം ഇങ്ങനത്തെ ക്ലോക്ക് ഇപ്പോഴും അവിടെ കാണാം. ഇതിൻ്റെ ജൂനിയർ മോഡല് അതൊക്കെ ചെറുതായിട്ടായിരിക്കും നമ്മൾ പോണ സൈൻ്റെ താഴ്വാരത്ത്. അതുപോലെ തന്നെ ഹറമിൽ ഉപയോഗിക്കുന്ന മൈക്കുകളാണ്. ഇതൊന്നും പഴയതല്ല, ഇത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഹറമിൽ ഉപയോഗിക്കുന്ന മൈക്കുകൾ കേട്ടാ. ഇനി ഇങ്ങോട്ട് വരും, ഇവിടെ സംഭവം വരും. നമ്മൾ മദ്രസ പഠിച്ചില്ലേ, ഒരു വസ്തു അതിന്റെ നിഴലോളം ആവുന്നവരെ പറയില്ല, മദ്രസ പഠിച്ചില്ലേ, ആ സംഭവമാണിത്. ഈ വസ്തുവാണിത് അടയാളം. ഇതിങ്ങനെ സൂര്യൻ മാറിന എന്ത് ചെയ്യും, ഇതിങ്ങനെ ചെയ്യും, ടൈം ഇങ്ങനെ മാറി നോക്കും എന്ന് പറഞ്ഞാൽ ഇത് നോക്കിയിട്ടായിരുന്നു പഴമക്കാർ സമയം മനസ്സിലാക്കിയിരുന്നത്. മനസ്സിലായില്ലേ? ആകെ കൺഫ്യൂഷനായോ? ഇത് നമ്മുടെ കാലത്തെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, നമ്മുടെ പുരാതന കാലത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതാണ് സങ്കല്പിച്ചോളി, ഇതെന്റെ നേരണ്ടില്ലേ, അതിമൊക്കെ നിലത്ത് പോയിടാം. ഈ സൂര്യൻ ഇങ്ങനെ മനസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ആവും. മനസ്സിലായില്ലേ? ഈ സമയത്ത് ഈ ഒരു കണക്കുണ്ടല്ലോ, ഈ അറബ് കണക്ക്, അവർക്കറിയില്ല, നമുക്കറിയില്ല ആ കണക്ക്. അതിലവർ സമയം ഉച്ച നേരമായി, ഇത് വൈകുന്നേരമായി, അവർ മനസ്സിലാക്കും സൂര്യൻ്റെ ഇതിനനുസരിച്ച്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കണോ? വേണ്ട,
നവരി. ഇതാണ് ആ ക്ലോക്ക്, പഴയ കാലത്തെ ക്ലോക്ക്. അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് പോന്നു. നിലവിലെല്ലാവരും മിഹ്റാമിലാണുള്ളത്. അതുകൊണ്ട് തന്നെ സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ആയതിനാൽ ഇനി രാവിലെ ഉംറ നടക്കില്ല. ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉംറ ഉണ്ടാവുക. വീണ്ടും കാണാം.